ഇന്ന് ഷട്ടപ്പട്ടേന്ന് ഗുരുവായൂർ പോയൊരു കഥയാണ്. രാവിലെ ഭക്ഷണം കഴിച്ചുകൊണ്ടെങ്കിൽ അച്ഛന് ഭയങ്കര വിഷമം. ഞാൻ പോകുന്നതിന് മുന്നേ എന്നെ ഗുരുവായൂർ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന്. ചെറുപ്പം തൊട്ടേ എന്ത് നല്ല കാര്യം വരുമ്പോൾ അച്ഛൻ ഞങ്ങൾ ഗുരുവായൂർ കൊണ്ടുപോകാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാന്ന്. അങ്ങനെ 10:15 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ട് അവിടെ നിന്ന് ട്രെയിനും പിടിച്ച് കുറ്റിപ്പുറത്തോട്ട് പോയി. കുറ്റിപ്പുറത്തുനിന്ന് ബസ്സിന് പോകാനായിരുന്നു പ്ലാൻ. കാരണം 1:30 നടടയ്ക്കും, അതിന് മുന്നേ എത്തണമല്ലോ. അപ്പോൾ ഈ പ്ലാനാണെങ്കിൽ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോയത്. കറക്റ്റ് ടൈമിൽ കുറ്റിപ്പുറത്തെത്തി 12 മണിക്ക്. അവിടുന്ന് ലിമിറ്റഡ് കയറിയ 12:45 ഗുരുവായൂർ എത്തേണ്ട ഞാനാ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ മണ്ടത്തരം കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ലിമിറ്റഡിൻ്റെ പകരം ലോക്കൽ ബസ് കയറി. അങ്ങനെ ഗുരുവായൂർ എത്തിയത് 1:50. എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു. മൂപ്പർ എന്നോടുണ്ട് നട അടച്ചിട്ടില്ല തോന്നുന്നു, നമുക്ക് കയറി നോക്കാം. അങ്ങനെ ഞങ്ങൾ ഓടി. എന്തോ ഭാഗ്യത്തിന് ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. കയറി നട അടച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് ഓൾമോസ്റ്റ് 5 മിനിറ്റോളം കൃഷ്ണൻ്റെ മുന്നിൽ നിന്ന് തൊഴാൻ പറ്റി. ഒരിക്കലും അങ്ങനെ പറ്റാറില്ല. തൊഴുതങ്ങോട്ട് മാറിയതും നട അടച്ചു. അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഭഗവാൻ വിചാരിച്ചാലേ നമുക്ക് തൊഴാൻ പറ്റുള്ളൂ എന്ന്. ഞാനത് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് തോന്നിയത് സത്യമാണെന്ന്. കാരണം മാക്സിമം 1:30 വരെ തുറന്നു വയ്ക്കുന്ന നട എനിക്ക് വേണ്ടി എന്തോ 2-2:15 വെച്ച് തുറന്ന പോലെ. അത് ഞാൻ മാറിയതും അടയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഇറങ്ങിയ ഉടനെ ആദ്യം തന്നെ അച്ഛനെ വിളിച്ചു പറഞ്ഞു. കാരണം എന്തോ അച്ഛൻ്റെ ആഗ്രഹം നടന്ന പോലെയൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ അത് കഴിഞ്ഞ് അവിടുന്ന് ഒരു ഊണും കഴിച്ച് പ്രസാദവും വാങ്ങി ഞാൻ നേരെ കോഴിക്കോടിലേക്ക് വന്നു.